ചേച്ചിക്ക് പൊതുവെ എങ്ങനെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് കുക്കിംഗ് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ മാതിരി സമയം കിട്ടുമ്പോ എനിക്ക് ചെയ്തു തരാൻ ആളുണ്ട്. പക്ഷെ എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചൊരു ഇഷ്ടമുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ചേച്ചി കുക്ക് ചെയ്യാറ് വീട്ടില്? ഞാന് പൊതുവെ കുക്ക് ചെയ്യുന്നത് നമുക്ക് ആദ്യം അടച്ചു വെക്കാം. അടച്ചു വെക്കാം. കുറച്ചൊന്ന് തീ കൂട്ടണ്ട. അപ്പൊ ഞാന് പൊതുവെ ഉണ്ടാക്കുന്നത് തക്കാളിക്കറി ഉണ്ടാക്കും. തക്കാളിക്കറി നമ്മുടെ ഒരു സ്റ്റൈൽ, നമ്മുടെ ഒരു നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള തക്കാളിക്കറി. പിന്നെ കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആണ് ഞാൻ പരീക്ഷിക്കാറുള്ളത്. എനിക്ക് ഇഷ്ടം, കാരണം ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ്, ചിക്കൻ, ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം മെക്സിക്കൻ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം കുക്കിംഗ്, ചോക്ലേറ്റ് ഞാൻ ഉണ്ടാക്കി നമ്മുടെ അമൃതയിലുള്ള നമ്മുടെ കുട്ടികൾക്കൊക്കെ ഞാൻ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഒരു പ്രാവശ്യം ചുമ്മാ ഒരു ഓർഗാനിക് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ട്രൈ ചെയ്തിരുന്നു. വിത്തൗട്ട് ഷുഗർ, നോ ഷുഗർ. അത് നമ്മുടെ ശർക്കര ഇട്ടിട്ടുള്ള ചോക്ലേറ്റ്. അപ്പൊ ചേച്ചി അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കി, അങ്ങനെ കുറെ ഉണ്ടാക്കി. അപ്പം നമ്മുടെ ഓണസദ്യയില് ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്ത ഒരു സാധനം നമ്മുടെ കായ് വറുത്തതും ശർക്കര വരട്ടി. ഇത് വീട്ടിലുണ്ടാക്കി. ഞാൻ ചുമ്മാ ആ സമയത്ത് ഷൂട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ വെച്ചു എന്തെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബനാന ചിപ്സ് ഇല്ലേ, അത് കായ് വറുത്തത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. 4 പ്രാവശ്യം പരാജയപ്പെട്ടു. 5ാമത്തെ പ്രാവശ്യം സക്സസ് ആയി. ഈ ഓണാണ്, ഓണത്തിന്റെ ന്യൂ മ്യൂസിക് പ്രൊജക്ട് എന്തൊക്കെയാണ്? ഞാൻ ഇപ്പൊ ഒരു തമിഴ് പടത്തിൽ പാടി. അപ്പൊ ഇതാണ് ഇപ്പൊ അടുത്ത് ഇറങ്ങാനിരിക്കുന്ന ഒരു പ്രോജക്ട്. തമിഴ് പടം എന്നാണ് പടത്തിന്റെ പേര്. തമിഴ് പടം തന്നെയാണ് പടത്തിന്റെ പേര്. അത് ഓൾറെഡി അതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇറങ്ങിയതാണ്. അതിന്റെ 3ാമത്തെ ഭാഗത്തിലാണ് ഇപ്പൊ ഞാൻ അതിൽ പാടിയിരിക്കുന്നത്. അതാണ് ലേറ്റസ്റ്റ്. അതുപോലെ തന്നെ മലയാളത്തിലും കുറച്ച് പ്രോജക്ട്സ് ഇറങ്ങാനുണ്ട്. അതൊക്കെ പുതിയ പ്രോജക്ട്സുകളാണ്. ഓക്കെ. ഇപ്പൊ ഒരു പാട്ടങ്ങ് കേട്ടാലോ? എന്തായാലും കുറച്ച് ടൈം ഉണ്ടല്ലോ. ഞാനൊരു ഓണക്കാലത്ത് പാടിയ ഒരു പാട്ട്, കുറച്ച് അല്ലല്ല എന്റെ ഓണല്ല, ഞാനും മധുചേട്ടനും കൂടെ പാടിയ ഒരു പാട്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ മുന്നേ. ഓണത്തുമ്പി പാറി വന്നെൻ ഓർമ്മമുറ്റത്ത്, ഓണവെയിൽ ചൂടി നിന്ന ബാല്യമുറ്റത്ത്, പൂവിളിയും പൂക്കളവും കളിയും ചിരിയും ഒരു സുഖസാന്ത്വനമായി. ഓണത്തുമ്പി പാറി വന്നെൻ ഓർമ്മമുറ്റത്ത്, ഓണവെയിൽ ചൂടി നിന്ന ബാല്യമുറ്റത്ത്. സൂപ്പർ സൂപ്പർ. അവിയലെന്തായി? അവിയല് നമ്മളങ്ങ് പാട്ടിന്റെ ലോകത്തേക്ക് പോയി. അവിയല് നല്ല ചൂടായി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് അവിയലിലോട്ട് അങ്ങ് ചേർക്കാം. ഓക്കെ. അമ്മ നല്ലോണം ഫുഡ് ഉണ്ടാക്കുമോ ചേച്ചിയുടെ അമ്മ? എന്റെ അമ്മ നല്ലപോലെ ഫുഡ് ഉണ്ടാക്കും. എന്റെ അമ്മ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത് എന്റെ അച്ഛന്റെ അമ്മ നല്ലപോലെ ഫുഡ് ഉണ്ടാക്കും. അപ്പം അവിടെ നിന്നാണ് എന്റെ അമ്മ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത്. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അമ്മ ഒരു നല്ല സൂപ്പർ കുക്കാണ്. അതിപ്പോ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന എല്ലാവർക്കും. അതുപോലെ എന്റെ അപ്പൊ ആ ജനറേഷന്റെ കൈപ്പുണ്യം ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ടോ? അതെനിക്കറിയില്ല. കുക്കാണ് അല്ല, എനിക്കറിയില്ല. എനിക്ക് എന്റെ കുക്കിംഗ് വളരെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല്, ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഒരു തൃപ്തി, നമ്മളുടെ ഒരു വയറ് നിറയുക, ഒരു സന്തോഷം, അതാണ് ഭക്ഷണം. അപ്പൊ സന്തോഷം തൃപ്തിയൊക്കെ ഹസ്ബൻഡിന് കിട്ടാറുണ്ട്. അദ്ദേഹവും കുക്ക് ചെയ്യും. അപ്പൊ ഞങ്ങള് 2 പേരും കൂടെ ചേർന്നിട്ട് കുക്ക് ചെയ്യും. അപ്പൊ പറഞ്ഞ മാതിരി രസകരമായ വിഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പരീക്ഷണങ്ങളൊക്കെ പൊതുവെ. ഏറ്റവും അടിപൊളി ഒരു ഡിഷ് ഏത്, ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഓലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓലൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു രീതിയുണ്ട്, അത് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുപോലെ ഉണ്ടാക്കും. അതൊരു ഡിഫറെന്റ് ഓലനാണ്, ഒരു തോന്നിയ പോലെയുള്ള ഒരു ഓലനാണ്. എന്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന പോലെ അങ്ങനെയല്ല, കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ഓലൻ കറിയാണ്. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കും. രുചിയോണം അമൃതതൻ രുചി